വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം BCom ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണ് നമ്മുടെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗിൽ ഫസ്റ്റ് മൊഡ്യൂൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിലെ റിഡംഷൻ ബൈ കൺവേർഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. സോ അതിലെ 3 കേസസ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഫോർത്ത് കേസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട്. സോ റിഡംഷൻ ബൈ കൺവേർഷന്റെ സിമ്പിൾ മീനിങ് എന്താണ്? നമുക്ക് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിന് ശേഷം ഇഷ്യൂ നടത്തിയിട്ടുള്ള ഡിബഞ്ചേഴ്സിനെ പുതിയൊരു ഡിബഞ്ചേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ പുതിയൊരു പ്രിഫറൻസ് ഷെയർ ആയിട്ടോ ഇക്വിറ്റി ഷെയർസ് ഒക്കെ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. സോ അതിനെയാണ് നമ്മൾ റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറയാം. സോ അതിൽ 3 കേസസ് നമ്മൾ ഫിനിഷ് ചെയ്തു. 4ാമത്തെ കേസാണ് നമുക്ക് ഇനി നെക്സ്റ്റ് കാണാനുള്ള അതിന്റെ ജേണൽ എൻട്രി. ദെൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കേസ് എന്താണ്? ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് ബൈ കൺവേർഷൻ അറ്റ് പ്രീമിയം അറ്റ് മെച്യൂരിറ്റി. അപ്പോൾ ഡിബഞ്ചേഴ്സ് മെച്യൂരിറ്റി ടൈം ആകുമ്പോൾ പ്രീമിയത്തിലാണ് നമ്മളവിടെ റിഡംഷൻ നടത്തുന്നത്. പ്രീമിയത്തിൽ റിഡംഷൻ നടത്തുക എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. തിരിച്ചു കൊടുക്കുന്നത് 10നേക്കാൾ കൂടുതൽ വാല്യൂ ആയിരിക്കും. 12 ആവാം, 15 ആവാം. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ആസ് അറ്റ് പ്രീമിയം. റിഡംഷൻ എന്ന് പറയുന്നത് പ്രീമിയത്തിലാണ്. ആൻഡ് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. അപ്പൊ നമ്മൾ റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലാണ്. ദെൻ അതിനു വേണ്ടിയിട്ട് കൊടുക്കുന്ന സെക്യൂരിറ്റി വെദർ ഇറ്റ് ഈസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, ആ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റി പ്രീമിയത്തിലുള്ള സെക്യൂരിറ്റി ആണ് എന്നുള്ളതാണ് പറയണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ജേണൽ എൻട്രി എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ റിഡംഷൻ അറ്റ് പ്രീമിയം, അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഷെയർ ആവട്ടെ ഡിബഞ്ചർ ആവട്ടെ അതും പ്രീമിയത്തിലാണെങ്കിൽ എന്താണ് എൻട്രി? സോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് പ്രീമിയത്തിലാണെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഓപ്പൺ ചെയ്യേണ്ട അക്കൗണ്ട് ആണ് പ്രീമിയം ഓൺ റിഡംഷൻ. നമ്മൾ കൂടുതൽ വാല്യൂ കൊണ്ട് കൊടുക്കുകയാണ്. സോ നമുക്ക് അവിടെ നഷ്ടമാണ്. പ്രീമിയത്തിനെ ഡെബിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഡ്യൂ എൻട്രിയുടെ സമയത്ത്. ഡ്യൂ എൻട്രി എഴുതുമ്പോൾ സോ അപ്പൊ എന്താണ് എൻട്രി വരാ? ഡ്യൂ എൻട്രി പ്രീമിയത്തിൽ കൊടുക്കുമ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇതാണ് ജേണൽ എൻട്രി. അപ്പോൾ പ്രീമിയത്തിൽ റിഡംഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രീമിയം അക്കൗണ്ടിനെ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിനെ അവിടെ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, സോ ഇതാണ് ഡ്യൂ എൻട്രി വരുന്നത്. നെക്സ്റ്റ് പേയ്മെന്റ് എൻട്രി ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ക്യാഷ് ആയിട്ടല്ല നടത്തുന്നത്. നമ്മൾ ഈ പറയുന്ന എമൗണ്ട് റേസ് ചെയ്തതിന് പകരം നമ്മൾ ഷെയർ ആവാം ന്യൂ ഡിബഞ്ചേഴ്സ് ആവാം കൊടുക്കേണ്ടാവാം. അത് കൊടുക്കുന്നത് പ്രീമിയത്തിലാണെങ്കിൽ എന്താണ് എൻട്രി എന്നുള്ളതാണ്. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ അത്, ഓർ ന്യൂ ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ അത് ടു സെക്യൂരിറ്റി പ്രീമിയം. അപ്പൊ എന്താണ് പ്രത്യേകത? ഇവിടെ പ്രീമിയത്തിലുള്ള സെക്യൂരിറ്റി ആണ് കൊടുക്കുന്നത്. അത് ഡിബഞ്ചേഴ്സ് ആവാം ഷെയർ ആവാം. അങ്ങനെയാണെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയത്തിന് അവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ സാധാരണ പേയ്മെന്റ് നടത്തുമ്പോൾ എന്താ എൻട്രി? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ഇവിടെ എമൗണ്ട് ആയിട്ടല്ല അല്ലെങ്കിൽ പൈസ ആയിട്ടല്ല കൊടുക്കുന്നത്. ഷെയർ ആവാം അല്ലെങ്കിൽ ന്യൂ ഡിബഞ്ചർ ആവാം സെക്യൂരിറ്റി ആവാം. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ബാങ്കിന് പകരം ടു ഷെയർ ക്യാപിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ന്യൂ ഡിബഞ്ചേഴ്സിനോ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം ദെൻ സെക്യൂരിറ്റി പ്രീമിയത്തിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, സോ ഇതാണ് ഡ്യൂ എൻട്രി ആൻഡ് പേയ്മെന്റ് എൻട്രി. റിഡംഷൻ അറ്റ് പ്രീമിയം, അതിനുവേണ്ടി കൊടുക്കുന്ന ഷെയർ ആവട്ടെ ഡിബഞ്ചർ ആവട്ടെ അതും പ്രീമിയത്തിൽ. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു ജേണൽ എൻട്രി. അങ്ങനെയാണെങ്കിൽ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത്. സോ പ്രോബ്ലത്തിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് ലിമിറ്റഡ് had an outstanding balance of rupees 9 lakh, 9% debentures of rupees 100 each. അപ്പോൾ നമുക്ക് റിഡംഷൻ നടത്താനുള്ള ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 9 lakh rupees ആണ്. 9% ഡിബഞ്ചേഴ്സ്, ഒരു ഡിബഞ്ചറിന് 100 രൂപയാണ്. സോ ഒരു ഡിബഞ്ചറിന് 100 രൂപ എന്ന് പറയുമ്പോൾ അവിടെ ടോട്ടൽ 9000 ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ നടത്തിയിട്ടുള്ളത്. റിഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 5%. നമ്മളിവിടെ റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലാണ്. 5% പ്രീമിയത്തിലാണ് റിഡംഷൻ നടത്തുന്നത്. അക്കോർഡിംഗ് ടു ദി ടേംസ് ഓഫ് റിഡംഷൻ, ദി കമ്പനി റിഡീംഡ് 25% of
the above debentures by converting them into shares of rupees 10 each at a premium of rupees 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? അക്കോർഡിംഗ് ടു ദി ടേംസ് ഓഫ് റിഡംഷൻ പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ വാല്യൂ 9 lakh ആണ് റിഡംഷൻ നടത്താനല്ലേ. അതിന്റെ 25% എമൗണ്ട് നമ്മൾ കൺവേർഷൻ നടത്താണ്, റിഡംഷൻ ബൈ കൺവേർഷൻ നടത്താണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഷെയർ ആണ്. ആ ഷെയർ 10 രൂപ വാല്യൂ ഉള്ളത് 5 രൂപ പ്രീമിയത്തിലാണ് കൊടുക്കുന്നത് എങ്കിൽ അതിന്റെ ജേണൽ എൻട്രീസ് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കപ്പോൾ ഇവിടെ റിഡംഷൻ നടത്താനുള്ളത് ടോട്ടൽ എത്രയാണ്? ടോട്ടൽ വാല്യൂന്റെ 25% ആണ് നമുക്ക് റിഡംഷൻ നടത്താനുള്ളത്. അത് റിഡംഷൻ നടത്തേണ്ടത് പ്രീമിയത്തിലാണ്. അതിനു വേണ്ടി കൊടുക്കുന്ന ന്യൂ ഷെയർ എന്ന് പറയുന്നത്, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതും പ്രീമിയത്തിലാണ്. എങ്കിൽ നമുക്കിവിടെ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? എത്ര വാല്യൂ ആണ് നമ്മൾ റിഡംഷൻ നടത്തുന്നത് കൺവേർഷനിലൂടെ. സോ 25% ആണെന്ന് പറഞ്ഞു, 9 lakhന്റെ 25%. അപ്പൊ നമുക്ക് നോക്കാം എത്രയാണ് 9 lakh റുപ്പീസിന്റെ 9 lakhന്റെ 25% എന്ന് പറയുമ്പോൾ എത്ര വരും? 2,25,000 rupees ആണ് വരുന്നത്. 2,25,000 rupees ആണ് ഇവിടെ 9 lakh റുപ്പീസിന്റെ 25% വരുന്നത്. ഈ എമൗണ്ട് ആണ് നമുക്ക് റിഡംഷൻ നടത്താനുള്ള. ഇത് എങ്ങനെയാണ് നമ്മൾ റിഡംഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ക്വസ്റ്റനിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ? 5% പ്രീമിയത്തിലാണ് റിഡംഷൻ. സോ 2,25,000ന്റെ കൂടെ ഒരു 5% കൂടുതൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ 2,25,ന്റെ ഇൻറ്റു 5% എന്ന് പറയുമ്പോൾ എത്ര വരും? 11,250 rupees. ഇതാണ് 5% പ്രീമിയം. സോ ടോട്ടൽ 2,25,000 plus 11,250. That means നമ്മൾ 2,36,250 rupees ആണ് നമ്മളുടെ പ്രീമിയം അടക്കം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിഡംഷൻ നടത്തുമ്പോഴുള്ള ഡ്യൂ എൻട്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എൻട്രി എഴുതാം. എന്താണ് എൻട്രി വരെ നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. 9% ഡിബഞ്ചേഴ്സ് ആണ് ഇവിടെ. സോ 9% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ പ്രീമിയത്തിലാണ് കൊടുക്കുന്നത്. 5% പ്രീമിയത്തിലാണ് എമൗണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. സോ ഡിബഞ്ചേഴ്സിലെ എത്ര രൂപ വരും? 2,25,000. 9 lakhന്റെ 25% ആണ് നമ്മൾ റിഡംഷൻ നടത്തുന്നത് കൺവേർഷൻ മെത്തേഡിലൂടെ. സോ 2,25,000 rupeesനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി ഇതിന്റെ 5% ആണ് പ്രീമിയം. That means premium on redemption എന്ന് പറയുമ്പോൾ എത്ര വന്നു? 11,250 വന്നു. ടോട്ടൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആണ് എത്ര രൂപയാണ്? 2,36,250 rupees. 2,36,250 rupees ആണ് ഇവിടെ ഡ്യൂ ആയിട്ടുള്ള പ്രീമിയം അടക്കം. എങ്കിൽ ഈ എമൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഷെയർ ആണ്, ഷെയർ ക്യാപിറ്റൽ ആണ്. അതും 10 രൂപയുടെ ഷെയർ 5 രൂപ പ്രീമിയത്തിലാണ് കൊടുക്കുന്നത്. എങ്കിൽ എത്ര ഷെയർ നമ്മളവിടെ ഇഷ്യൂ നടത്തുന്നുണ്ടാവും എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് എൻട്രിയിലോട്ട് പോവാം. അപ്പൊ 2,36,250 rupees ആണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 10 രൂപയുടെ സാധനം 5 രൂപ പ്രീമിയം അടക്കം 15 രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഒരു ഷെയറിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് നോക്കാം എത്ര ഷെയർ ആണ് അവിടെ അപ്പോ ഇഷ്യൂ ചെയ്യേണ്ടാവുക എന്നുള്ളത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ടോട്ടൽ 10 + 5 15 രൂപയാണ്. സോ 2,36,250 ഡിവൈഡഡ് ബൈ ഒരു ഷെയറിന്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ് കൊടുക്കുന്നത്? 10 + 5 15. സോ ഡിവൈഡഡ് ബൈ 15 is equal to എത്രയാ? 15,750 ഷെയർസ് ആണ് വരാം. അപ്പോ 2,36,250 rupees ആണ് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് 10 രൂപയുടെ ഷെയർ 5 രൂപ പ്രീമിയം അടക്കം 15 രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഒരു ഷെയറിന്. എങ്കിൽ അവിടെ 15,750 ഷെയർസ് ആണ് നമ്മളവിടെ ഇഷ്യൂ നടത്തേണ്ടി വരാം. ഓക്കെ, ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ നമുക്ക് ഇനി എൻട്രിയിലോട്ട് പോവാം, പേയ്മെന്റ് എൻട്രിയിലോട്ട് പോവാം. കൺവേർഷൻ എൻട്രി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 2,36,250 ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. അപ്പൊ നമ്മൾ ഷെയറിന്റെ എണ്ണം കണ്ടുപിടിച്ചു. എത്ര ഇഷ്യൂ നടത്തുന്നത്? 15,750. സോ നമുക്ക് ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാ വാല്യൂ വരാം?
15,750 into 10. 15,750 into 10. Amount 1,57,500. ഇനി 5 രൂപയാണ് ഇവിടെ പ്രീമിയം. സോ എത്ര എമൗണ്ട് വരും? 15,750 into 5. That means 78,750 rupees ആണ് ഇവിടെ സെക്യൂരിറ്റി പ്രീമിയത്തിൽ വരുന്നത്. ടോട്ടൽ 2,36,250. സോ ഇങ്ങനെയാണ് നമ്മൾ റിഡംഷൻ പ്രീമിയവും അതിനു വേണ്ടിയിട്ട് കൊടുക്കുന്ന സെക്യൂരിറ്റി പ്രീമിയത്തിലാവുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നു. നമ്മൾ ഡ്യൂ എൻട്രി ചെയ്യുമ്പോൾ പ്രീമിയത്തിനെ ഡെബിറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം പേയ്മെന്റ് എൻട്രി വരുമ്പോൾ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. എത്ര ഷെയർ എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് ഡിവൈഡ് ബൈ ഷെയറിന്റെ കൂടെ പ്രീമിയം കൂടി ഉണ്ടെങ്കിൽ പ്രീമിയം എമൗണ്ട് കൂടി ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഷെയറിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ. സോ അത് കിട്ടി. ഷെയർ ക്യാപിറ്റൽ ഫേസ് വാല്യൂ പ്രീമിയത്തിന്റെ എമൗണ്ട്. ഓക്കെ. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് കേസിലോട്ട് പോവാം. സോ മൂവിങ് ടു ഫിഫ്ത്ത് കേസ്. മൂവിങ് ടു നെക്സ്റ്റ് കേസ്. അടുത്തൊരു കേസ് നോക്കാം. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നോക്കാം. സോ അടുത്ത കേസ് ഇതാണ്. When debentures are redeemed by conversion at par. അപ്പോൾ റിഡംഷൻ നടത്തുന്നത് അവിടെ പാറിലാണ്. On maturity and new debentures are issued at discount. അപ്പോൾ റിഡംഷൻ നടത്തുന്നത് പാറിലാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇഷ്യൂ നടത്തുന്നത് ന്യൂ ഡിബഞ്ചേഴ്സ് ആണ്. ന്യൂ ഡിബഞ്ചേഴ്സ് ആണ്. ആ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ നടത്തുന്നത് ഡിസ്കൗണ്ടിലാണ്. അപ്പൊ എന്താണ് കേസ്? റിഡംഷൻ നടത്തുന്നത് കൺവേർഷൻ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് റിഡംഷൻ നടത്തുന്നു. പാറിലാണ് റിഡംഷൻ. അതിനു വേണ്ടിയിട്ട് കൊടുക്കുന്നത് പുതിയ ഡിബഞ്ചേഴ്സ് ആണ്. ആ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ നടത്തിയിട്ടുള്ളത് ഡിസ്കൗണ്ടിലാണ്. എങ്കിൽ എന്താണ് ജേണൽ എൻട്രി എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഡ്യൂ എൻട്രി എന്ത് വരും? പാറിലാണ് റിഡംഷൻ നടത്തണമെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള എൻട്രി തന്നെയാണ്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡ്യൂ എൻട്രി ആണ്. പാറിലാണെങ്കിൽ ഡിബഞ്ചേഴ്സ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇനി അതിനു വേണ്ടിയിട്ട് ഇഷ്യൂ നടത്തുന്ന ന്യൂ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ നടത്തിയിട്ടുള്ളത് ഡിസ്കൗണ്ടിലാണ്. സോ ഡിസ്കൗണ്ടിലാവുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്കൗണ്ട് അവിടെ ഡെബിറ്റ് ചെയ്യണം അല്ലേ? സോ പ്രീമിയത്തിലാണ് കഴിഞ്ഞ കേസ് ഉണ്ടായിരുന്നത്. പ്രീമിയത്തിലായതുകൊണ്ട് അവിടെ സെക്യൂരിറ്റി പ്രീമിയത്തിനെ ക്രെഡിറ്റ് ചെയ്തു. ഇവിടെ ഡിസ്കൗണ്ടിലുള്ള ഡിബഞ്ചേഴ്സ് ആണ് ന്യൂ ഡിബഞ്ചേഴ്സ്. അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. സോ എൻട്രി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ന്യൂ ഡിബഞ്ചേഴ്സ്. അപ്പോ കൺവേർഷൻ നടത്തി പുതിയ ഡിബഞ്ചേഴ്സ് ആണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ. സോ അതുകൊണ്ട് ഡിസ്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, ന്യൂ ഡിബഞ്ചേഴ്സിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് ലിമിറ്റഡ് redeemed 9,600 12% debentures of ₹100 each. അപ്പോൾ എക്സ് ലിമിറ്റഡ് റിഡംഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള എന്താണ്? redeemed 9,600 into 100. That means 9,60,000 rupees ആണ് അവിടെ റിഡംഷൻ നടത്തേണ്ടത്. By converting them into 15% new debentures of ₹100 each. അപ്പോൾ അതിന് പകരം നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ന്യൂ ഡിബഞ്ചേഴ്സ് ആണ്. 15% ന്യൂ ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ നടത്തുന്നത്. 100 രൂപ തന്നെയാണ് അവിടെ ഒരു ഷെയറിന്റെ വാല്യൂ. ബട്ട് അത് ഡിസ്കൗണ്ടിലാണ്. ഈച്ച് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 4%. അപ്പോൾ 100 രൂപയുള്ളത് 4% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 100 rupeesന്റെ 4% 4 rupees. That means 100 minus 4 96 rupeesനാണ് നമ്മൾ ന്യൂ ഡിബഞ്ചേഴ്സ് 15% ഡിബഞ്ചേഴ്സ് ഇഷ്യൂ നടത്തിയിട്ടുള്ളത്. റൈറ്റ് ജേണൽ എൻട്രീസ് ഫോർ റിഡംഷൻ. ഓക്കെ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 9,600 ഡിബഞ്ചേഴ്സ് നമുക്ക് റിഡംഷൻ നടത്തണം. കൺവേർഷൻ മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ പാറിലാണ് നമ്മൾ റിഡംഷൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എമൗണ്ട് ആദ്യം വേണ്ടത് എത്ര രൂപയാണ്? 9,600 ഡിബഞ്ചേഴ്സ് റിഡംഷൻ നടത്താൻ 100 രൂപ വെച്ചിട്ട് 9,60,000 rupees ആണ് നമുക്ക് അവിടെ റിഡംഷൻ നടത്താൻ വേണ്ടത്. എങ്കിൽ നമുക്ക് ഫസ്റ്റ് എൻട്രി ഡ്യൂ എൻട്രി എഴുതാം. എന്താണ് ഡ്യൂ എൻട്രി? നമ്മൾ പഠിച്ചു 12% ഡിബഞ്ചേഴ്സ് അല്ലെ? ഡിബഞ്ചേഴ്സ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണ് പാറില് റിഡംഷൻ നടത്തുമ്പോൾ എഴുതേണ്ട എൻട്രി. സോ 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 9,60,000 rupees. 9,600 into 100 9,60,000 ഡെബിറ്റ് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ. സോ ഡ്യൂ എൻട്രി എഴുതി. ഇനി ഈ 9,60,000 ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് എങ്ങനെയാണ്? ന്യൂ ഡിബഞ്ചേഴ്സ് 15% ആണ്.
അത് ഇഷ്യൂ നടത്തിയിട്ടുള്ളത് 100 രൂപയുടെ സാധനം 4% ഡിസ്കൗണ്ടിനാണ്. ദാറ്റ് മീൻസ് 100 rupees എന്ന് പറഞ്ഞത് മൈനസ് 4% ഡിസ്കൗണ്ടിലാണ്. അപ്പൊ എത്ര വരും? 100 മൈനസ് 4 96 rupeesനാണ് ന്യൂ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ നടത്തിയിട്ടുള്ളത്. അപ്പോ എത്ര ഡിബഞ്ചേഴ്സ് പുതിയതായിട്ട് അവിടെ ഇഷ്യൂ നടത്തേണ്ടി വരും എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് ടോട്ടൽ കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാ? 9,60,000 അല്ലെ? 9,60,000 rupees ആണ് കൊടുക്കാനുള്ളത്, റിഡംഷൻ നടത്താനുള്ളത്. സോ നമ്മള് 100 രൂപയുടെ സാധനം 96 രൂപയ്ക്കാണ് ഇഷ്യൂ നടത്തുന്നത്. അപ്പൊ ഡിവൈഡ് ബൈ 96, ഒരു ഡിബഞ്ചറിന് 96 രൂപയ്ക്കാണ്. ദാറ്റ് മീൻസ് ടോട്ടൽ അപ്പൊ എത്ര വേണ്ടി വരും? 10,000 ന്യൂ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ നടത്തിയാൽ മാത്രമേ നമുക്ക് 9,60,000 അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. 10,000 ന്യൂ ഡിബഞ്ചേഴ്സ് 96 രൂപയ്ക്കാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ 10,000 ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ നടത്താനുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻട്രിയിലോട്ട് പോവാം. എന്താണ് എൻട്രി? നമ്മൾ നേരത്തെ കണ്ടതാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എത്ര? 9,60,000. നമുക്ക് വേണ്ട എമൗണ്ട് കൊടുക്കാനുള്ള എമൗണ്ട് 9,60,000. ഇനി ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എത്രയാ? 40,000 rupees. എങ്ങനെയാണ്? ടോട്ടൽ നമ്മൾ 10,000 ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ നടത്തുന്നത് അവിടെ കണ്ടുപിടിച്ചു അല്ലെ? 10,000 ഡിബഞ്ചേഴ്സ്. ഒരു ഡിബഞ്ചറിന് ഡിസ്കൗണ്ടിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 4 rupees ആണ്. 4% ഓഫ് 100. സോ ഡിസ്കൗണ്ട് എത്ര വരും അവിടെ? 10,000 into 4. 10,000 into 4. 40,000 rupees. അപ്പൊ നമുക്ക് എത്ര ഡിബഞ്ചർ ആണ് അവിടെ ഇഷ്യൂ നടത്തിയത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഡിവൈഡ് ബൈ 96 ചെയ്തപ്പോൾ 10,000 ഡിബഞ്ചേഴ്സ് ആണ് 15% ഇഷ്യൂ നടത്തിയിട്ടുള്ള. ഡിസ്കൗണ്ട് എമൗണ്ട് 4 രൂപയാണ്. അതുകൊണ്ട് 10,000 into 4 40,000. ഇനി ടോട്ടൽ എമൗണ്ട് 15% rupees 100 വെച്ചിട്ടാകുമ്പോ എത്രയാ? 10,000 into 100. അതാണ് 15% ഡിബഞ്ചേഴ്സിൽ വന്ന് 10 lakh rupees. ഇവിടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എത്ര കിട്ടാ? 96 രൂപ വെച്ചിട്ടാണ്. ദാറ്റ് മീൻസ് ഇവിടെ എങ്ങനെയാണ്? 10,000 into 96, 96 രൂപ. അങ്ങനെയാണ് 9,60,000 വന്നത്. ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നു. അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താ? നമ്മൾ പാരലൽ റിഡംഷൻ നടത്തി അതിനു വേണ്ടിയിട്ട് കൊടുക്കുന്നത് ന്യൂ ഡിബഞ്ചേഴ്സ് ആണ്. അത് ഇഷ്യൂ നടത്തിയിട്ടുള്ള ഡിസ്കൗണ്ടിലാണ്. അതുകൊണ്ട് അവിടെ ഡിസ്കൗണ്ട് എമൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. എത്രയാണ് ഡിബഞ്ചേഴ്സ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നു. ഡിസ്കൗണ്ട് എമൗണ്ട് കുറച്ച് ബാലൻസ് എമൗണ്ട് ആണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 5th കേസ്, റിഡംഷൻ ബൈ കൺവേർഷനിലെ മെച്യൂരിറ്റി ടൈമിൽ റിഡംഷൻ നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു 5 കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ ഒരു 2 കാര്യങ്ങൾ കൂടിയാണ് ഇനി റിഡംഷൻ ബൈ കൺവേർഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ് മീൻസ് നെക്സ്റ്റ് ഒരു വീഡിയോ കഴിയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഓൾറെഡി ഒരു 3 വീഡിയോ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിന്റെ 2nd ചാപ്റ്റർ, ഫസ്റ്റ് മൊഡ്യൂളിലത്തെ 2nd ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു വിചാരിക്കുന്നു. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.